ഹായ്, കുട്ടേട്ടൻ ബ്ലോഗിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളൊരു വെറൈറ്റി ഡിഷാണ് തയ്യാറാക്കാൻ പോകുന്നത്. തരി ചിക്കൻ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചിക്കനാണ്. വരൂ വീഡിയോയിലേക്ക്. നമുക്ക് തരി ചിക്കൻ ഉണ്ടാക്കാനായിട്ട് 1 കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. നല്ല കഴുകി വൃത്തിയാക്കിയ. അടുത്ത് നമുക്ക് അതിലേക്കുള്ള മസാല തയ്യാറാക്കാം. ചിക്കനിൽ ചേർക്കുന്ന മസാല നമ്മൾ വറുത്തിട്ടാണ് അതിലേക്ക് ചേർക്കാൻ പോകുന്നത്. നമുക്ക് അടുത്ത് ഫ്രൈ പാൻ ചൂടാക്കാൻ വയ്ക്കാം. പാൻ ചൂടാകുമ്പോൾ കുറച്ച് എണ്ണ ഒഴിക്കണം. അതിനുശേഷം 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 സ്പൂൺ ചിക്കൻ മസാല എന്നിവ ചേർത്ത് ഇളക്കുക. അതിനുശേഷം 2 തണ്ട് കറിവേപ്പില ഇട്ട് നന്നായി ഇളക്കുക. ഇത് കുറച്ച് മൂത്താൽ മതി, ഒരുപാട് മൂക്കണ്ട. ഇത് നന്നായി മൂത്തിട്ടുണ്ട്. നമുക്കിനി സ്റ്റൗ ഓഫ് ചെയ്യാം. ഈ പൊടി നന്നായി തണുത്തതിന് ശേഷം അത് ചിക്കനിലോട്ട് മിക്സ് ചെയ്യാവും. ഇനി നമുക്ക് മിക്സ് ചെയ്യാം. കുറച്ച് ഉപ്പിട്ട് നന്നായിട്ട് ഇളക്കുക. നമ്മൾ മസാല കുഴച്ചതിന് ശേഷം ഒരു 15 മിനിറ്റ് വച്ചേക്കുക. ഈ മസാല പിടിക്കാനാണ്. ഫ്രൈ പാൻ അടുപ്പത്ത് വെച്ച് നല്ല ചൂടായതിന് ശേഷം 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിക്കുക. 1 സ്പൂൺ കടുകിടുക. പൊട്ടിയതിന് ശേഷം നമുക്ക് 1 സ്പൂൺ ജീരകം ഇടാം. 2 തണ്ട് കറിവേപ്പില ഇടാം. അതിനുശേഷം നന്നായിട്ട് ഇതിൻ്റെ സ്പെഷ്യൽ എന്ന് പറയുന്നത് തേങ്ങയാണ്. നമ്മൾ 1/4 കപ്പ് തേങ്ങയാണ് എടുത്തിരിക്കുന്നത്. ഇതിലോട്ടിടാം. നന്നായി വറുക്കുക. നമ്മൾ ഇട്ടുന്ന തേങ്ങ നല്ല മൂത്ത് വന്നിട്ടുണ്ട്. ഇനി അടുത്ത് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കാം. 1 ടേബിൾ സ്പൂണാണ് ഇഞ്ചി വെളുത്തുള്ളി ചേർത്തിരിക്കുന്നത്. നന്നായി ഇളക്കുക. ഇതിൻ്റെ പച്ച മാറുന്നത് വരെ നന്നായിട്ട് ഇളക്കണം. 2 പച്ചമുളക്, കീറിയ 2 പച്ചമുളക് ഇടുക. നന്നായിട്ട് ഇളക്കുക. അടുത്ത് നമ്മൾ അരിഞ്ഞു വച്ചിരിക്കുന്ന 3 സവാളയും ഒരു 5 ചെറിയ ഉള്ളിയും ഇതിലോട്ട് ഇടുകയാണ്. നന്നായി ഇളക്കുക. സവാള ബ്രൗൺ കളർ ആയിട്ടുണ്ട്. ഇനി അടുത്ത് നമ്മൾ നേരത്തെ നന്നായി കുഴച്ച് വെച്ച ചിക്കൻ അതിലോട്ട് ഇടാം. അതിനുശേഷം നന്നായിട്ട് ഇളക്കുക. ഇതിൻ്റെ കൂടെ 2 തക്കാളി ചെറുതായി അരിഞ്ഞത് ചേർക്കുക. ഉപ്പ് കൂടി ചേർത്തതിന് ശേഷം നന്നായിട്ട് ഇളക്കുക. കുറച്ച് പോലും വെള്ളം ഉപയോഗിച്ചിട്ടില്ല. ഇതിന് ഇനി നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം. നമ്മുടെ തനിയെ ഗരം മസാലയും കൂടെ ചേർക്കാം. ഇത് നന്നായി ഇളക്കുക. ഇത് അടച്ചു വയ്ക്കുക. അങ്ങനെ നമ്മുടെ തരി ചിക്കൻ റെഡി ആയിട്ടുണ്ട്. നല്ല മസാലയോടുകൂടി നല്ല തിക്കായിട്ടുള്ള ഗ്രേവിയാണ്. ഇനി അതിൽ കുറച്ച് മല്ലിയില ഇടാം. ഇനി ഒന്ന് ഇളക്കുക. അങ്ങനെ നമ്മളുടെ തരി ചിക്കൻ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഞാൻ തന്നെയാണ് ടേസ്റ്റ് ചെയ്യുന്നത്. സൂപ്പറാണ്. അടിപൊളി ടേസ്റ്റാണ്. നിങ്ങൾക്ക് ചപ്പാത്തിയുടെയോ പൊറോട്ടയുടെയോ ചോറിൻ്റെ കൂടെയോ കഴിക്കാം. തേങ്ങ ഇട്ടിരിക്കുന്നത് കൊണ്ട് നല്ല ടേസ്റ്റാണ്. തീർച്ചയായും ഈ റെസിപ്പി ട്രൈ ചെയ്യണം.
ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ഒരു വീഡിയോയുമായി കാണാം. ബൈ.